ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ സിലബസാണ്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഡൗട്ടായിട്ട് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് OAയുടെയും അതുപോലെ LGSൻ്റെയും സിലബസ് സെയിം ആണെന്ന്. പക്ഷേ സിലബസ് സെയിം അല്ല. നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ഒരു 10th ലെവൽ എക്സാമിനേഷനാണ്. ഡിഗ്രി ഉള്ളവർക്ക്, ഡിഗ്രി ഹോൾഡേഴ്സിനും കൂടി അപ്ലൈ ചെയ്യാനും എഴുതാനും ഒക്കെ പറ്റുന്ന ഒരു 10th ലെവൽ എക്സാമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA. അപ്പോൾ നമുക്കതിൻ്റെ സിലബസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്താം. സിലബസ് വരുമ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്: ചരിത്രം 5, ഭൂമിശാസ്ത്രം 5, തത്വശാസ്ത്രം 5, ഇന്ത്യൻ ഭരണഘടന 5, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6, ഭൗതികശാസ്ത്രം 3, രസതന്ത്രം 3, കലാ കായികം സാഹിത്യം സംസ്കാരം 5, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3, സുപ്രധാന നിയമങ്ങൾ 5, ആനുകാലിക വിഷയങ്ങൾ 20, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10, ജനറൽ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷകൾ നമ്മുടെ മലയാളം 10 മാർക്കിനാണ്. ഇത്രയുമാണ് ആ ഒരു മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സമയത്തും നമുക്ക് സിലബസിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. പൊതുവിജ്ഞാനം, അതായത് ചരിത്രത്തിൽ നിന്ന് നമ്മുടെ കേരളം യൂറോപ്യന്മാരുടെ വരവ് തൊട്ടുള്ള പോർഷൻസ് പഠിക്കണം. യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ ഇത്രയും പോർഷൻസ് നമ്മുടെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിന് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. അത് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഏരിയാസൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ലോകം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക യുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇതെല്ലാം നമ്മുടെ 10th SCERT ബുക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഭൂമിശാസ്ത്രം, ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോളതാപനം, മലിനീകരണം, മാപ്പുകൾ, ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. കേരളത്തിലും ഇതുപോലെ തന്നെയാണ് ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. പിന്നെ നമ്മുടെ എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ സാമ്പത്തിക രംഗം, നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇനി നമ്മുടെ ഭരണഘടനയിലേക്ക് വരുന്ന സമയത്ത് നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ അത് തന്നിട്ടുണ്ട്: 42, 44, 52, 73, 74, 86, 91. പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയാണ്. നമ്മുടെ സിവിക്സിലേക്ക് വരുന്ന സമയത്തും കേരളം, സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം എന്നിവയാണ് വരുന്നത്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ആ ഒരു ഭാഗത്ത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും.
നമ്മുടെ ഫിസിക്സിലേക്ക് വരുന്ന സമയത്തും ഞാൻ എല്ലാം പറയുന്നില്ല, ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും. പിന്നെ ചലനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരുന്നുണ്ട്. നമ്മുടെ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളും പ്രൊജക്റ്റൈൽ മോഷൻസും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, അത് റിലേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ പ്രകാശമുണ്ട്, ശബ്ദമുണ്ട്, ബലമുണ്ട്, ദെൻ ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി, ഇതെല്ലാം ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ നമ്മുടെ SCERTയിലുണ്ട്. പിന്നെ യൂട്യൂബിലൊക്കെ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. രസതന്ത്രത്തിലേക്ക് വരുന്ന സമയത്ത് ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ, ഈ 3 കാറ്റഗറിയിൽ എല്ലാം കവർ ചെയ്തിട്ടുള്ള സിലബസ് ചോദിച്ചിട്ടുണ്ട്. കലയിലേക്ക് വരുന്ന സമയത്ത് പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. കായിക രംഗത്തിലേക്ക് വരുമ്പോൾ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് നമ്മുടെ ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ പ്രധാന കായിക താരങ്ങൾ, അവാർഡുകൾ, ട്രോഫികൾ, പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ, പിന്നെ പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്. ഇത് ഏറ്റവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് തന്നെയായിരിക്കും. അതായത് ആ സമയത്ത് നടക്കുന്ന, ഇപ്പോൾ ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് OAക്ക് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒളിമ്പിക്സിൽ നിന്ന് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയ്ക്ക് നിങ്ങൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി സാഹിത്യം എന്ന് പറയുമ്പോൾ നമുക്ക് സാഹിത്യ പ്രസ്ഥാനങ്ങളുണ്ട്, പ്രധാന കൃതികളും അവയുടെ കർത്താക്കളും, എഴുത്തുകാരും, തൂലിക നാമങ്ങളും, കഥാപാത്രങ്ങൾ, കൃതികൾ, വരികൾ തന്നിട്ട് നമുക്ക് ആരാണിതെന്ന് ചോദിക്കാം. പിന്നെ പത്രം, മലയാള പത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആനുകാലിക വിവരങ്ങൾ ചോദിക്കാം. പിന്നെ അവാർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജ്ഞാനപീഠം നേടിയ മലയാളികളും അവരുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും ഒക്കെ ചോദിക്കാം. പിന്നെ സംസ്കാരം, അതെന്ന് പറയുമ്പോൾ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, അങ്ങനെയുള്ളവയെക്കുറിച്ച്. കമ്പ്യൂട്ടർ വരുമ്പോൾ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോയെങ്കിലും ഇതിനകത്ത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ പോർഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. സുപ്രധാന നിയമങ്ങൾ വരുമ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, നമ്മുടെ വിവരാവകാശ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾനറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വിമൻ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഇത്രയും നിയമങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. നമ്മളത് കൂടുതലായിട്ട് നമ്മളെ സൈറ്റിൽ നിന്നൊക്കെ എടുത്ത് വായിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഗണിതത്തിലേക്ക് വരുമ്പോൾ ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് തന്നെ തന്നിട്ടുണ്ട് ഓരോ പോർഷൻസും. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ആവർത്തിച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇംഗ്ലീഷും അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഡയറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, അഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വേർബ്, ദെൻ ആർട്ടിക്കിൾസ്, അങ്ങനെ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോകണം. വൊക്കാബുലറി ഉണ്ട്. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മൾ സിനോണിംസും ആൻറ്റോണിംസും അതുപോലെ തന്നെ ഫ്രൈസൽ വേർബ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സ്പെല്ലിംഗ് ടെസ്റ്റൊക്കെ വരുന്നത് ഈ ഒരു വൊക്കാബുലറി എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ്. അതിൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. മലയാളവും അതുപോലെ തന്നെ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം എന്നിവയൊക്കെയാണ് മലയാളത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതാണ് സെക്രട്ടേറിയറ്റ് OAയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല പ്രിലിംസ് ഉണ്ട്. പ്രിലിംസ് സെലക്ട് ആയവർക്കായിരിക്കും മെയിൻസ് ഉണ്ടാവുക. പ്രിലിംസിന് നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.